Hello all my dears, welcome back to your YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും തമ്മിൽ എന്ത് തരം ബന്ധമാണ്, ഏത് തരം കണക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് എടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക, വളരെ വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണുക. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഓക്കെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ എന്ത് കണക്ഷനാണ് എന്നുള്ളൊരു കാര്യമാണ് റീഡിംഗ് ആയിട്ട് നോക്കുന്നത്. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും തമ്മിൽ എന്ത് തരം ബന്ധമാണ്? The silence, the choice, and the serious talk, divine please guide us. The karmic lesson, commitment path, and the ego clash. Work waiting for, the mixed signals, the apology, and the chemistry. നിങ്ങൾക്കും നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സണും തമ്മിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ടുള്ള ഒരു കണക്ഷൻ, ദ ബ്ലോക്കേജ്, ആൻഡ് നെക്സ്റ്റ് സ്പ്രെഡ് ഈസ് ദ ട്വിൻ ഫ്ലെയിം ജേണി, ദ ഹോം ടുഗദർ ആൻഡ് ദ പ്രൊട്ടക്റ്റർ. ഈ രണ്ട് എനർജീസാണ് ബോട്ടം ഓഫ് ദ ഡെക്കിൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്ത് കാണാൻ കഴിയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ഒരു മനപ്പൊരുത്തമുള്ളൊരു വ്യക്തികളാണ്. മനപ്പൊരുത്തം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, മനസ്സുകൾ തമ്മിൽ പരസ്പരം കോർത്തിണങ്ങുകയും ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ആ ഒരു പേഴ്സൻ്റെ മനസ്സിലും അതേ ആഗ്രഹം തന്നെയായിരിക്കും. അതാണൊരു മനപ്പൊരുത്തം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് പോയി, അതിൻ്റെ കളറെന്ന് പറയുന്നത് ചുവന്നതാണെങ്കിൽ അതേ ആ ഒരു കളറോടുകൂടി അല്ലെങ്കിൽ അതേ ഒരു നിറത്തോടുകൂടി ആ ഒരു വ്യക്തിയും അങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വരിക. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ ഈ പേഴ്സൺ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക. വളരെയധികം ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് തമ്മിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു സത്യം. അത് നിങ്ങൾക്കും മനസ്സിലാവാതെ കിടക്കുവാണ്. എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിളിക്കാനൊന്ന് കോൾ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴായിരിക്കും നമ്മളെ ഇങ്ങോട്ട് ഈ പേഴ്സൺ തിരിച്ച് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടൊരു ആശ്ചര്യപ്പെട്ടു പോകും, എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ലെങ്കിൽ ഞാനിപ്പോൾ വിളിക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം എൻ്റെ പാർട്ട്ണർ എങ്ങനെ അറിഞ്ഞു എന്നുള്ള രീതിക്ക് നിങ്ങൾ പല സമയത്തും നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും അതേ തോന്നലുകൾ വന്നിട്ടുണ്ട്. അവരും ചില സമയങ്ങൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കാൻ നേരത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ത്രീയോ പുരുഷനോ മെയിൽ ഓർ ഫീമെയിൽ അതാരും ആയിക്കോട്ടെ, ആ ഒരു പേഴ്സൺ നിങ്ങളെയും ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ
ആ ഒരു പേഴ്സണും നിങ്ങളുടെ ഒരു പ്രസൻസ് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് തമ്മിൽ ഭയങ്കരമായിട്ടൊരു കെമിസ്ട്രി ഉണ്ട്. അതായത് നിങ്ങൾക്ക് തമ്മിൽ അറിയാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് വിട്ടു പോരാൻ പറ്റില്ല എന്നുള്ളത്. നിങ്ങൾക്ക് പരസ്പരം അറിയാം. അത് ചില സമയങ്ങളിലൊക്കെ നിങ്ങളിപ്പം ബ്രേക്കപ്പും ചില സമയങ്ങളിൽ എന്നാൽ ഞാൻ പോവാന്നൊക്കെ പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ടെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ചില സമയം നിങ്ങളുടെ കയ്യിലും മിസ്റ്റേക്ക് ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങളും ചില സമയങ്ങളിൽ ഇവിടുന്ന് മാറി നിന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സണും ചില ടൈമിൽ നിങ്ങളിന്ന് മാറി നിന്നിട്ടുണ്ട്. അതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ മാറി നിൽക്കുമ്പോഴും അല്ലെങ്കിൽ പരസ്പരം ഒന്നിക്കുമ്പോഴും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, നിങ്ങളെ വിട്ട് ഈ പേഴ്സൺ പോകത്തില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അറിയാവുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അവരെ വിട്ട് പോകത്തില്ല എന്നുള്ള ഒരു സത്യാവസ്ഥ. സോ ഈ ഒരു എനർജിയിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലൊരു ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ഒരു വ്യക്തികളാണ്. ഭയങ്കരമായിട്ടൊരു ബോണ്ടിങ് ആ ഒരു പേഴ്സണും നമുക്ക് ഉണ്ടാകുന്ന ഈ ഒരു ട്വിൻ ഫ്ലെയിം ജേണി കാരണം തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ നിങ്ങളെയും ആ ഒരു വ്യക്തിക്ക് കിട്ടുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടൈമിൽ ആ ഒരു പേഴ്സണെ കിട്ടുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ട്വിൻ ഫ്ലെയിം എനർജിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഏറ്റവും ഒരു വലിയൊരു സത്യം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. നിങ്ങൾ പരസ്പരം ഒന്നിക്കാൻ ശ്രമിക്കുന്തോറും പരസ്പരം നിങ്ങളുടെ സ്നേഹം ഭയങ്കര ആഴത്തിൽ നിൽക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അതിൻ്റെ ഒത്ത നടുവിലായിട്ട് വന്ന് നിൽക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്കിടയിൽ വരാൻ സാധ്യതയുള്ളത്. നിങ്ങൾക്ക് പരസ്പരം അറിയാൻ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കരമായിട്ടൊരു നിങ്ങൾക്ക് തമ്മിൽ മനസ്സുകൊണ്ട് നിങ്ങൾ കോർത്തിണങ്ങിയിട്ടുണ്ട് ഇതുവരെ. ചിലപ്പോൾ കുറച്ച് നാളുകളെ ആയിട്ടുണ്ടായിരിക്കുള്ളൂ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഈ ഒരു ബന്ധം തുടങ്ങിയിട്ട്. പക്ഷേ ആ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒന്നിച്ചിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് വർഷമായിട്ടും ഒന്നിച്ചിട്ടുള്ള ആൾക്കാരുടെയും കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ആ ഒരു ബോണ്ടിങ് എന്ന് പറയുമ്പം അത് ചെറിയ ഒരു സമയം കൊണ്ടായിക്കോട്ടെ, വലിയൊരു സമയം കൊണ്ടായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് പിരിയാൻ പറ്റത്തില്ലെന്ന് പരസ്പരം നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ പരസ്പരം വേർപിരിയാൻ സാധിക്കാത്ത വിധം ഒന്നിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ റീഡിങ്ങിൽ കാണാൻ കഴിയുന്നത്. ഇപ്പം നിങ്ങൾ ഭയങ്കര ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്, നിങ്ങളുടെ പേഴ്സണും അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. നിങ്ങളോട് ഭയങ്കരമായിട്ട് ആ ഒരു വ്യക്തി നല്ല രീതിക്ക് ഒരു സ്നേഹം കാണിക്കുന്നൊരു വ്യക്തിയാണ്. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി തന്നെ ഒരു ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ചെറിയ ചെറിയ കാര്യങ്ങളാവാം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഒരു ഇപ്പോൾ ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നതോ നിങ്ങൾക്ക് സ്നേഹം തരുന്നതോ ഇതൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വലുതായിട്ട് ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറും അതുപോലെ തന്നെയാണ്. നിങ്ങളിൽ നിന്നും വലുതായിട്ട് ഒരു കാര്യം ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെന്നും അവരുടെ കൂടെ ഈ ഒരു സന്തോഷത്തോടുകൂടി ഉണ്ടാകണമെന്നതാണ് അവരുടെ എക്കാലത്തെയും ഒരു ആഗ്രഹമെന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ അടുത്തുനിന്ന് വലിയ തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ പാർട്ട്ണർ പ്രതീക്ഷിക്കുന്നില്ല, നിങ്ങളുടെ പേഴ്സൺ പ്രതീക്ഷിക്കുന്നില്ല. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാവാം, ഇപ്പം വിവാഹ ബന്ധമാവാം, അല്ല വിവാഹേതര ബന്ധവും ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ മാരേജ് കഴിച്ചിട്ടില്ലാത്ത ആൾക്കാരുടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തി ആരാണോ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം നിങ്ങളിൽ ആ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് അവരുടെ പൂർണ്ണമായിട്ടും ഒരു അർപ്പണ ബോധത്തോടുകൂടിയും ആ ഒരു അർപ്പണ മനസ്സ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യം നോക്കാൻ നേരത്ത് ഈ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആകുന്നത് കൊണ്ട് തന്നെ പല സമയത്തും ഇപ്പം മാറി നിന്നിട്ട് പിന്നെ ഒന്നിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇവർ ഓരോ സമയം റിയലൈസ് ചെയ്യുവാണ്, ഓരോ സമയം മനസ്സിലാക്കുവാണ് നിങ്ങളെ വേർപിരിയാൻ കഴിയില്ല. നിങ്ങളുമായിട്ട് അത്രത്തോളം ഈ പേഴ്സൺ ഒരു ഡീപ്പ് ഇൻറ്റിമസി അവർക്ക് ഇതിൻ്റെ അകത്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് അവരെ കൊണ്ട് ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം. പല സമയത്തും ഇവിടെ നിങ്ങൾ പരസ്പരം സംസാരിക്കാതിരുന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ആ ഒരു സംസാരിക്കാതിരുന്നിട്ടുള്ള ഒരു ടൈമിൽ പോലും നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കും. ആ ഒരു പേഴ്സണോട് പല കാര്യങ്ങളും നമ്മൾ പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ അതൊക്കെ ഈ ഒരു പേഴ്സണും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നോക്കാൻ നേരത്തെ ഈ ഒരു ട്വിൻ ഫ്ലെയിം എനർജി ആയതുകൊണ്ട് ഇവിടെ പല സമയത്തും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഒരു ക്ഷമ ചോദിച്ചു വരുന്നുണ്ട്. പരസ്പരം നിങ്ങൾ രണ്ടുപേരും ഒരേ ഒരു പാത്തിലൂടെ നിങ്ങൾ
പോയിക്കൊണ്ടിരിക്കുന്നൊരു വ്യക്തികളാണ്. ഒരേ വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. രണ്ടുപേരും രണ്ട് വഴി കൂടെ അല്ല. ഒരാൾക്കൊരു സ്വഭാവമാണ്, മറ്റാൾക്ക് മറ്റൊരു സ്വഭാവമല്ല. പരസ്പരം രണ്ടുപേരും മനസ്സിലാക്കുന്നുണ്ട്. പരസ്പരം ഇതിൻ്റെ അകത്തൊരു പ്രശ്നം വന്നാലും അത് നമ്മളല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ അവിടെ ക്ഷമിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ രണ്ടുപേരും ഒന്നില്ലെങ്കിൽ നമ്മൾ ക്ഷമിച്ചില്ല ആ ഒരു പേഴ്സൺ ക്ഷമിക്കും, ആ ഒരു പേഴ്സൺ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കും. അത്രയും ഒരു മാനസികപരമായിട്ട് നിങ്ങളോട് പൊരുത്തപ്പെട്ട് തന്നെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. അതായത് ഒരാളുടെയും എന്താ പറയുക, നമ്മളിപ്പം എപ്പോഴും അങ്ങോട്ട് പോകേണ്ട ഒരവസ്ഥ ആ ഒരു പേഴ്സണായിട്ട് സൃഷ്ടിച്ച് തരുന്നില്ല. ആ ഒരു വ്യക്തിയും ചില സമയത്തൊക്കെ നമ്മളെയും ആ ഒരു പേഴ്സൺ വാല്യൂ കൽപ്പിക്കുന്നുണ്ട്, എപ്പോഴും വാല്യൂ കൽപ്പിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ചില ടൈമിൽ വാല്യൂ കൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ചില ടൈമിൽ ഈ പേഴ്സൺ എന്താ പറയുക, ഒരു ഇവിടെ നമ്മളോട് ക്ഷമയൊക്കെ പറഞ്ഞു വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഈഗോ വെച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് തന്നെ പോകുന്ന ഒരു പേഴ്സണായിട്ട് നിങ്ങൾ രണ്ടുപേരെയും കാണാൻ കഴിയുന്നില്ല. ഒരുമിക്കുമ്പോഴൊക്കെ ഭയങ്കര ആ ഒരു നിശബ്ദത കൊല്ലുന്ന ഒരു ടൈമൊക്കെ നിങ്ങളിങ്ങനെ ഓർത്തെടുക്കും. അപ്പോൾ ഭയങ്കരമായിട്ടും സോറിയൊക്കെ പറയും. വളരെയധികം അവിടെ കമ്മിറ്റ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ രണ്ടുപേരും ഒന്നിച്ച് തന്നെ നിൽക്കാനാണ് ആ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന പ്രൊട്ടക്ടറാണ് നിങ്ങളുടെ, ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തരുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പല സമയങ്ങളിലും പരസ്പരം, നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ പേഴ്സണാണ് ചില സമയങ്ങളിലൊക്കെ ഈഗോ വന്നിട്ടുണ്ട്, വാശിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും അതിനുശേഷം ഒന്നിച്ചിട്ടുള്ള ഒരു വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത്. സോ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്ക് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്ന് ഓർക്കുക. ഇതാണ് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. പരസ്പരം രണ്ടുപേരും ഒന്നിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങൾ ഭയങ്കര എനർജിയിൽ, അതായത് ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു ബന്ധത്തിൽ പല ടൈമിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ടെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബായ്.